കേരളത്തിന്റെ ആരോഗ്യരംഗം രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ജില്ലയിലെ ആയുഷ് കേന്ദ്രങ്ങൾക്ക് NABH അംഗീകാരം ലഭിച്ച പശ്ചാത്തലത്തിൽ സംഘടിപ്പിച്ച അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആയുർവേദ ഹോമിയോ വകുപ്പുകളിലെ ജീവനക്കാർക്കായി നാഷണൽ ആയുഷ് മിഷനാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഹോമിയോപ്പതി ആയുർവേദ മേഖലകളിലേക്ക് പ്രായഭേദമന്യേ കൂടുതൽ പേർ ചികിത്സയ്ക്കെത്തുന്നതായി മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. പ്രസവ ശുശ്രൂഷ, മറ്റ് രോഗങ്ങൾ എന്നിവയ്ക്ക് മികച്ച ചികിത്സ ഈ രംഗത്ത് ലഭ്യമാണ്. 2 ഘട്ടങ്ങളിലായി ജില്ലയിലെ 20 ആയുഷ് കേന്ദ്രങ്ങൾക്കാണ് അംഗീകാരം ലഭിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് NABH അംഗീകാരം നേടിയ സ്ഥാപനങ്ങൾ 250 ഉയർന്നെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇത് എനിക്ക് തോന്നുന്നു ഈ വർഷമാണ് ഇത്രയധികം നമ്മുടെ ആശുപത്രികൾക്ക് അംഗീകാരം കിട്ടിയെന്നുള്ളത് എന്റെ മനസ്സിൽ നിന്ന് തോന്നുകയാണ്. നമുക്കറിയാം, ഇന്ന് ആരോഗ്യ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. രാജ്യത്തിന് പോലും മാതൃകയായി നിന്ന് പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ഇന്ന് നമ്മുടെ ആരോഗ്യ മേഖല വളരെയധികം മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണും. ഒരു കാലഘട്ടങ്ങളിൽ ആയുർവേദത്തിലോ എനിക്ക് തോന്നുന്നു ഹോമിയോയിലോ പോലും ഒരുപാട് ആൾക്കാർ കയറാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ അധ്യക്ഷത വഹിച്ചു. നമ്മള് ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് അത്ര ലളിതമായ കാര്യമല്ലെങ്കിലും ശരിയായ പരിശ്രമം കൊണ്ട് സാധ്യമാകുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യ മേഖല. ആരോഗ്യ മേഖലയുടെ മികച്ച പ്രകടനമാണ് ഹോസ്പിറ്റലിലുണ്ടായ ഒരു സംഭവത്തെ അതിർത്തികളോ ആയുഷ് മിഷൻ DPM ഡോക്ടർ P പൂജ, ഹോമിയോപ്പതി വകുപ്പ് DMO ഡോക്ടർ അച്ചാമ ലെനു തോമസ്, ഭാരതീയ ചികിത്സാ വകുപ്പ് DMO ഡോക്ടർ E മനീഷ് കുമാർ, ഹോമിയോപ്പതി ആയുഷ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.